നിന്റെ ഏത് ഫോണാ വെള്ളത്തിൽ ഏതാണ് വെള്ളത്തിൽ പോയത്? ഇൻസ്റ്റാ 360 അങ്ങനെ അത് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്ലസ് 128 GB മെമ്മറി കാർഡ്. റിച്ച് കളികൾ. അതെ, റെഡി അറിയുന്നുണ്ടല്ലേ? പങ്കായത്തിനടിക്കുന്ന നിനക്കൊരു പങ്കായവും ബോട്ടും തന്നിട്ടില്ല. അങ്ങോട്ട് പോടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീറ്റ് ദി ലിൻസ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയേക്കുന്നത് ഒരു ഹോളിഡേ ആക്ടിവിറ്റി സെന്ററിലാണ്. നമ്മൾ ഇന്നുള്ളത് കെന്റിലാണ്. നമ്മളിന്ന് സെയിന്റ് ആൻഡ്രൂസ് ലേക്കിൽ കയാക്കിങ്ങിനാണ് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ടൈമാണ്, പൊന്നുവിൻ്റെ ഒക്കെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളിത് ഒരു തവണ മാറ്റി വെച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തേക്ക് ബുക്ക് ചെയ്തതാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വന്നു. കാണുന്ന വെയിലേ ഉള്ളൂ, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം സെറ്റ് ആയി നിൽക്കണം. ഞങ്ങൾ കയാക്കിങ്ങിന് വെസ സ്റ്റാൻഡപ്പ് പാഡലിങ്ങിനുമാണ് വന്നിരിക്കുന്നത്. അറിയില്ല എന്താകുമെന്ന്. നല്ല തണുപ്പുണ്ട്, വെള്ളത്തിന് കാറ്റിന് നല്ല തണുപ്പുണ്ട്. ഇനി ഞങ്ങൾ പോയി വന്നിട്ട് ബാക്കി. സെയിൻറ്റ് ആൻഡ്രൂസ് ലേക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ലേക്കാണ്. പണ്ട് ഇവിടെ ഒരു ചോക്ക് ക്വാറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഡസ്ട്രിയൽ യൂസേജിന് ശേഷമാണ് അവർ സെയിൻറ്റ് ആൻഡ്രൂസ് ലേക്ക് ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത്. ആക്ച്വലി ബുക്കിംഗ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വേവേഴ്സ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വിട്ടുപോയി. അപ്പോൾ വേവേഴ്സ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സൈൻ ചെയ്യാതെ നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങിച്ചത്താൽ പോലും അതുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല എന്നിവർ രേഖാമൂലം സൈൻ ചെയ്ത് നമ്മളെ കൊണ്ട് മേടിക്കുന്നതാണ്. ഇവിടെ കയാക്കിംഗ് കൂടാതെ സ്കൂബ ഡൈവിംഗ്, പാഡ്ലിംഗ്, ഫിഷിംഗ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല കെൻസ് ബിഗ്ഗസ്റ്റ് അക്വാ പാർക്ക് സെയിൻറ്റ് ആൻഡ്രൂസ് ലേക്കിലാണ്. കരയിൽ നിന്ന് ഒത്തിരി ദൂരം അല്ലാത്തതുകൊണ്ട് ഒത്തിരി താഴ്ച ഒന്നുമല്ല. അതുമാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു അക്വാ പാർക്ക് പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എല്ലാവരും ഈ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. തീരെ പേടിയില്ലാത്തത് കാരണം ഞാൻ ജാക്കറ്റ് കെട്ടി വലിഞ്ഞ് മുറുകിയിട്ടുണ്ട്. ഇനി ശ്വാസം മുട്ടി ചാവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുമായിരുന്നു. തുഴയാൻ അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഞാനും ബോട്ടും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു. ബോട്ട് എവിടെയൊക്കെ പോകും അവിടെയൊക്കെ ഞാനും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ ബസ്സാണ് കേട്ടോ ആദ്യം പോകുന്നത്. ഈ പട്ടിയുടെയൊക്കെ കാലിൽ ചങ്ങല കെട്ടിയിട്ടതുപോലെ അവൻ്റെ കാലിലും ബോട്ടുമായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ തെറിച്ച് വീഴുമ്പോൾ അവനും ബോട്ടും രണ്ട് ഡയറക്ഷനിൽ കിടക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ പുള്ളി ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് യെല്ലോ ബുൾസിൻ്റെ അപ്പുറം പോകരുത് എന്നാണ്. അങ്ങനെ ആദ്യത്തെ വീഴ്ച ബസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അക്വാ പാർക്ക് ആയതുകൊണ്ടും കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നത് കൊണ്ടും സേഫ്റ്റി റീസൺസ് കാരണം അങ്ങോട്ട് പോകരുത് എന്നാണ് പുള്ളി ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കാറ്റവൻ അവിടെ ചതിച്ചു. അങ്ങനെ നെക്സ്റ്റ് പോകുന്നത് ഞാനും പൊന്നുമാണ്. ബാക്കിലിരിക്കണോ ഫ്രണ്ടിലിരിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. എവിടെ ഇരുന്നാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. വീഴാനുള്ളതാണെങ്കിൽ വീഴുക തന്നെ ചെയ്യും. ആ ഫ്രണ്ട് നീ ഫ്രണ്ടിൽ കയറിക്കോ. ആരാ തുഴയാൻ പോണത്? രണ്ടുപേരും തുഴ. ഓക്കെ ഓക്കെ. എവിടെ ആരാ ഫ്രണ്ട്? എങ്ങനെയാന്ന് വെച്ചാൽ എടുക്ക്. കേറി 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 വെള്ളക്കരത്തിൽ കയറി ചേട്ടാ. അത് വയ്ക്കണം. ആ പഠിച്ചു 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 ഒരുത്തം പഠിച്ചു. ഇപ്പൊ തന്നെ ഇടിച്ചിടും. പിടിച്ചോ. അതന്നെ നീ എടാ അതിനപ്പുറത്തേക്ക് വരുത്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കെട്ടിയവനാണ് കേട്ടോ ഇറങ്ങുന്നത്. കയ്യിലൊരു പങ്കായം ഉണ്ടായിട്ടും എന്തിനാണ് ഇവന് ഇറങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒടുക്കത്തെ കാറ്റ് കാരണം ഞങ്ങൾ തൊഴുന്നതും കയാക്ക് മൂവ് ചെയ്യുന്നതും രണ്ടും രണ്ട് ഡയറക്ഷനിലോട്ടായിരുന്നു. ഇപ്പൊ അതിന് ഓളം പിടിച്ചു പോണേണ്. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ തുഴയണ എന്നല്ലേ പൊന്നു? മാസ് മാസ് മാസ്
എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ്. ക്രിസ്റ്റൽ ക്ലീൻ വാട്ടറാണ് ഇവിടുത്തെ. ഇത് ഭയങ്കര ബ്ലൂയിഷ് കളറുമാണ്. അതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ വെള്ളത്തിന് ഇപ്പോഴും സസ്പെൻഡഡ് ചോക്ക് പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളം ഇപ്പോഴും ബ്ലൂയിഷ് ആയിട്ട് കാണപ്പെടുന്നത്. പങ്കായത്തിനടിക്കുന്ന നിനക്കൊരു പങ്കായവും ബോട്ട് തന്നിട്ടില്ല, അങ്ങോട്ട് പോടാ. ആരും മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതിരുന്ന മീനാണോ? എന്ത് അനങ്ങാതിരുന്ന് എനിക്ക് പേടിയായിട്ട്. വരുന്നില്ലേ ഇന്ന്? വീട്ടിലോട്ട് വരുന്നില്ലേ? ഇവിടെ കിടക്കുവാണോ? എല്ലാതും വെള്ളത്തിൽ കിടക്കുകയാണ്. കിട്ടില്ല, അടിപൊളി സ്ഥലമാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം. നല്ല സമ്മറിനൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിൽ കിടക്കുന്നത് നല്ല ഗ്രീൻ വാട്ടർ, നല്ല ക്ലിയർ വാട്ടറും നല്ല സീനറി ഒക്കെ ആയിട്ട് ഒത്തിരി താഴ്ചയൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല തണുത്ത കാറ്റും ഉണ്ട്. ടയേർഡ് അറിയത്തുമില്ല പെട്ടെന്ന്. വെള്ളത്തിലൊരു തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും വന്ന് നമുക്കൊന്ന് വെള്ളത്തിൽ അർമാദിക്കണമെങ്കിൽ വരാൻ പറ്റി കിടിലം സ്പോട്ടാണ്. പിന്നെ നമുക്കുള്ള ഒരു ചെറിയ മടിയുള്ളൂ തുഴയാനുള്ള. അതെ, ഞങ്ങൾക്കൊരു ചെറിയ മടിയുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, കാറ്റ് ഞങ്ങളെ കൊണ്ടുപോകുന്നു. അതെ, ഞങ്ങൾക്ക് തുഴയേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്ന് ഒന്ന് അടുത്ത് അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ ഞങ്ങള് തുഴഞ്ഞത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. കാറ്റ് കൊണ്ടുവന്നതാണ് ഞങ്ങളെ. നല്ല കാറ്റുണ്ട്. ഞങ്ങൾ തുഴയുന്ന പോലും ഇല്ല, കണ്ടോ? പക്ഷെ ഞങ്ങൾ നീങ്ങുന്നുണ്ട്. കാറ്റ് കൊണ്ടുവന്നതാണ് ഞങ്ങൾ തുഴയുന്നേ ഇല്ല. ഈശ്വര, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. കുളിപ്പിക്കടാ നിങ്ങളാ. അവൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ജീവനം കൊണ്ട് ഓടുന്ന സീനാണിത്. ഇതിനകത്ത് റോട്ട, ഞങ്ങളുടെ ബോട്ടിനകത്ത് റോട്ട. ലിനു, ഞങ്ങളുടെ ഇതിനകത്ത് ഓട്ട. ചാകില്ല, ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ. നീതും കൂടെ കയാക്കിങ് ചെയ്തോണ്ടിരിക്കുന്നൊക്കെ പറയാം അല്ലേ നീതു? കയാക്കിംഗ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങള് റെസ്റ്റ് എടുക്കുന്നത്, കാറ്റാണ് മൊത്തം കൊണ്ടുപോകുന്നത്. ഞങ്ങള് റെസ്റ്റ് എടുത്തോണ്ടാന്ന് പറയുന്നത്. ഇരുന്ന് കയാക്കിങ് ചെയ്ത് മടുത്ത് കിടന്ന് കയാക്കിങ് ചെയ്യുവാണ് ലിനു. സ്റ്റേക്കേഷൻസിന് പറ്റിയ ലക്ഷറി ഫ്ലോട്ടിംഗ് ലോഡ്ജസും നമുക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. അതെ, കരയെത്തിയിരിക്കുകയാണ്. വെള്ളത്തിൽ തന്നെ സമാധി അടയുമെന്ന് ഓർത്തതാണ്, പക്ഷേ തുഴഞ്ഞെത്തി ഞങ്ങൾ. കയാക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി ലിനു രണ്ടാമത് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു. ഇരുന്നും കിടന്നും കയാക്കിംഗ് ചെയ്യുന്നതിനിടയിൽ എൻ്റെ കെട്ടിയൻ ബാക്കിൽ കുത്തിവെച്ചിരുന്ന ഇൻസ്റ്റാ 360 അങ്ങ് വെള്ളത്തിൽ കളഞ്ഞു. പിന്നെ ഭാഗ്യമുണ്ടെങ്കിലും നിനക്ക് കിട്ടുമെന്നും പറഞ്ഞ് ഡീറ്റെയിൽസ് എഴുതിയെടുത്ത് അവർ ലിനുവിനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബീച്ച് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് റെൻ്റ് എടുത്ത് ബർത്ത്ഡേ പാർട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും തണുത്ത ഐസ് കട്ട പോലെ ആയി. അപ്പോൾ അതേ ഓരോ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിരിക്കുവാണ് ഞങ്ങൾ. ഇത് പോയാ പിന്നെ തിരിച്ചെടുത്തില്ല. ഇന്നൊരു സാധനങ്ങളേ അപ്പൊ തന്നെ പുതിയ ഫോട്ടോ അടിച്ചെടുക്കേണ്ട അവസ്ഥയൊക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ ഏത് ഫോണാ വെള്ളത്തിൽ, ഏതാണ് വെള്ളത്തിൽ പോയത്? ഇൻസ്റ്റാ 360 അങ്ങനെയൊക്കെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്ലസ് 128 GB മെമ്മറി കാർഡ്. അതെ, റെഡി. ഞാനൊരു വീഡിയോ നിങ്ങളെ കിട്ടുന്ന വീഡിയോ നീ ടോപ്പിക് ചേഞ്ച് നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പുറത്തെ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴവര് ചോദിച്ചു പാർട്ടിയുടെതാണോ എന്ന്. ഞാൻ അല്ലെന്ന് പറഞ്ഞു.
അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഫ്രീ ഇട്ടേനെ. വെറുതെ ഞാൻ പൈസ എടുത്ത് മേടിച്ചു. പാർട്ടിയുടെ മെമ്പറാണെന്ന് പറഞ്ഞു. നാളില്ലാത്തവള് ഞാൻ പോയി നോക്കട്ടെ. പണ്ടത്തെ സ്വഭാവമാണ്. പണ്ട് നീ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയി ഫുഡ് അടിക്കാറില്ലേ? ഒരു സാധനം പോലും ഞാൻ ഫസ്റ്റ് പോയത് അവിടെ. അത് കാര്യം. പിന്നെ അത് പാർട്ടി ഫുഡൊക്കെ അവര് മേടിച്ചെന്ന് പറയണത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിലോട്ട് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.